വെൽക്കം ബാക്ക് ടു രചനാസ് അക്കാദമിക് ചാനൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നാളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ ബികോം BBA കുട്ടികളുടെ കോമൺ പേപ്പർ ആയിട്ടുള്ള സേഗസ്റ്റ് റീഡിംഗ് ഓൺ കണ്ടംപററി കൾച്ചറിൻ്റെ എക്സാമാണ്. അപ്പോൾ അവരുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒരെണ്ണം ഇന്ന് 4 മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അവരുടെ BA BScയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ എന്ന്. പാറ്റേൺ എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 ഷോർട്ട് ആൻസേഴ്സ് എഴുതാനാണ്. 1 മുതൽ 15 വരെയുള്ളത് ഷോർട്ട് ആൻസേഴ്സ് ആണ്. 3 മാർക്കാണുള്ളത്. പിന്നെ സെക്ഷൻ B 16 മുതൽ 23 വരെയുള്ളത് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. 6 മാർക്കാണ് ഒരു പാരഗ്രാഫിന്. സെക്ഷൻ C 24 മുതൽ 27 വരെയുള്ളത് എസ്സേ ആണ്. 2 എസ്സേ ആണ് എഴുതേണ്ടത്. ഒരു എസ്സേക്ക് 10 മാർക്കാണ്. ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്ട് നോട്ടും പാരഗ്രാഫിനും സീലിംഗ് ഉണ്ട്, എസ്സേക്ക് സീലിംഗ് ഇല്ല. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫ്രേസ് ബിക്കണിംഗ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ റെഫർ ടു? ബിക്കണിംഗ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ എന്ന ഫ്രേസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ ഫ്രേസ് ബിക്കണിംഗ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ refers to the vast possibility of a bright future if Indians are free. ബിക്കണിംഗ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് വിശാലമായ ഒരുപാട് സാധ്യതകളുണ്ട്. വെൻ ദ കൺട്രി ഈസ് കൺട്രോൾഡ് ബൈ എ ഹാൻഡ് ആസ് റിജിഡ് ആൻഡ് കോൾഡ് ആസ് ഡെത്ത്. എന്നാൽ ഇന്ന് രാജ്യത്തെ നിയന്ത്രിക്കുന്ന കൈകൾ എന്ന് പറഞ്ഞത് മരണം പോലെ തണുത്തുറഞ്ഞതും റിജിഡായതുമായ കൈകളാണ്. അതുകൊണ്ട് തന്നെ there is not even the possibility of dreaming about a good and bright future. ഇവർക്ക് വളരെ നല്ല ശോഭനമായ ഒരു ഭാവി സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹു ആർ ദ ലോട്ട് റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് ഇൻ പേളസ്ബർഗ് എസ്സേ? പേളസ്ബർഗിന്റെ എസ്സേ, അതായത് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷനെ കുറിച്ച് പറയുന്ന ഫസ്റ്റത്തെ ചാപ്റ്റർ, അതിൽ പറയുന്നത് ലവേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയുന്നുണ്ട്. അത് ആരൊക്കെയാണ് ആ ലവേഴ്സ് ഓഫ് വയലൻസ് ആയിട്ട് വിശദീകരിക്കുന്നത് എന്ന്. ദ ലോട്ട് ഹു ആർ റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് കൺസിസ്റ്റ് ഓഫ് ദ ignorant, the stupid, the inventors of atom bombs, the generals, the captains, the sergeants and the soldiers. ആരൊക്കെയാണ്? ഇഗ്നോറൻറ്റ്, സ്റ്റുപ്പിഡ്, ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്. ആൻഡ് ആറ്റം ബോംബ് കണ്ടുപിടിച്ച ആളുകൾ ജനറൽസ്, ക്യാപ്റ്റൻസ്, സർജൻസ്, സോൾജേഴ്സ്. ഇവരൊക്കെ ലവേഴ്സ് ഓഫ് വയലൻസ് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ബൈ ദ പ്രിയാമ്പിൾ? പ്രിയാമ്പിളിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്? കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്? ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സെറ്റ് ബൈ ദ പ്രിയാമ്പിൾ ആർ ടു സെക്യൂർ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ് പ്രിയാമ്പിളിനകത്ത് പറയുന്നത്? എല്ലാവർക്കും നീതി കൊടുക്കുക, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണ് നമ്മുടെ പ്രിയാമ്പിളിനകത്ത് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ദ മിഡിൽ ഓൺ എ സ്ട്രെച്ച് ഓഫ് ലാൻഡ് ദാറ്റ് ഹാഡ് നോ നെയിം ലേ ടോബ ടെക്സിംഗ്. ടോബ ടെക്സിങ്ങിന്റെ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ബികോം BBA ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരുന്നു. ടോബ ടെക്സിങ് എന്താണ്? പ്രത്യേകിച്ച് നെയിം ഒന്നും പറയാത്ത ഒരു ലാൻഡിന്റെ മിഡിലായിട്ടാണ് കിടന്നത് എന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻസർ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ സെന്റൻസ് വിച്ച് ഷോസ് ദ ഫീലിംഗ്സ് ഓഫ് ദി കോമൺ മാൻ ഇൻ ബോത്ത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇത് വളരെ മനോഹരമായ ഒരു സെന്റൻസ് ആണ്. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ജനങ്ങളുടെ, സാധാരണക്കാരായ ജനങ്ങളുടെ ഫീലിംഗ്സ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ബിഫോർ ദ പാർട്ടീഷൻ the Hindus and Muslims lived like brothers, sharing the joys and sorrows together. പാർട്ടിഷന് തൊട്ട് മുൻപേ ഇന്ത്യക്കാരും പാകിസ്ഥാനികളും എന്താ ചെയ്തിരുന്നത്? അവർ സഹോദരന്മാരെ പോലെയാണ് ജീവിച്ചിരുന്നത്. അവരവരെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എന്ത് ചെയ്തിരുന്നു? പരസ്പരം പങ്കുവച്ചിരുന്നു. ഹിയർ വി സീ ടോബ ടെക്സിംഗ് ലേയിങ് ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, നോട്ട് നോയിങ് വേർ ഹി ഷുഡ് ഗോ. എന്താ പറയുന്നത്? ഹിയർ വി സി ടോബ ടെക്സിംഗ് ലേയിങ് ഇൻ ദ മിഡിൽ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യക്കും പാകിസ്ഥാനും മിഡിലായിട്ട് ടോബ ടെക്സിംഗ് കിടക്കുകയാണ്. നോട്ട് നോയിങ് വേർ ഹി ഷുഡ് ഗോ. അദ്ദേഹത്തിന് അറിയില്ല എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന്. ഡിഡ് ദ ഹിന്ദുസ് ലിവിങ് പാകിസ്ഥാൻ വാണ്ട് ടു കം ടു ഇന്ത്യ ലോസിങ് ഓൾ ദ തിങ്സ് ദേ ഹാഡ് മെയ്ഡ്. ഹിന്ദുസിനോട് എന്താണ്? ഇന്ത്യയിലേക്ക് മടങ്ങി വരാനാണ് പറയുന്നത്. പാകിസ്ഥാനിലുള്ള ഹിന്ദുസിനോട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പറയണം. അപ്പോൾ അവരവിടെ ഉണ്ടാക്കിയതെല്ലാം അവിടെ കളഞ്ഞിട്ട് അവരോട് തിരിച്ചു വരാൻ പറയാണ്.
അതുപോലെ തന്നെ മുസ്ലിംസിനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയാണ് ഇന്ത്യയിലുള്ള. ഇങ്ങനെയാണ് രാഷ്ട്രീയക്കാർ ജനങ്ങളെ ഡിവൈഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. 5th ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ആങ്കറിങ് എർത്ത് ആൻഡ് എർത്ത് കേവ് ഇൻ ദ പോയം ഓൺ കില്ലിങ് എ ട്രീ? എന്താണ് ഓൺ കില്ലിങ് എ ട്രീ എന്ന പോയത്തിനകത്ത് ആങ്കറിങ് എർത്തും എർത്ത് കേവും കൊണ്ട് കവി എന്താണ് അർത്ഥമാക്കുന്നത്? ആങ്കറിങ് എർത്ത് മീൻസ് ദ എർത്ത് കീപ് ദ ട്രീ ഇൻ എ പ്ലേസ് ജസ്റ്റ് ലൈക്ക് എൻ ആങ്കർ കീപ്സ് എ ഷിപ്പ് ഇൻ എ പ്ലേസ് ഈവൻ എ ടർബുലൻറ്റ് സീ. വളരെയേറെ തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു കപ്പലിൽ, തിരമാലകൾ ആഞ്ഞടിക്കുന്ന ഒരു കടലിൽ കപ്പൽ എങ്ങനെയാണോ കപ്പിത്താൻ അല്ലെങ്കിൽ നോക്കുന്നത്, അതുപോലെയാണ് ആഴത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ എന്താണ് മാക്സിമം വേരുകൾ ആഴത്തിലേക്ക് പോയിട്ട് ഭൂമിയിലേക്ക് പോയിട്ട് അങ്ങനെ നിൽക്കണം വൃക്ഷം. എർത്ത് കേവ് ഈസ് ദ ഏരിയ കവേർഡ് ബൈ റൂട്ട് ഓഫ് ദ ട്രീ. എർത്ത് കേവ് എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് വൃക്ഷത്തിന്റെ വേരുകൾ മാക്സിമം താഴ്ന്നു പോയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ആസ് ഇഫ് ദ റൂട്ട്സ് ആർ ഇൻ എ കേവ് അണ്ടർ ദ എർത്ത്. വേരുകൾ ഭൂമിയുടെ അടിയിലാണുള്ളത്. വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് സ്ലേറ്റ് സീംഡ് ഈഗർ ടു റിവാർഡ് ആരോൺ ആൻഡ് ഹൗ ഡസ് ഇറ്റ് ഫിറ്റ് വിത്ത് വാട്ട് യു ഹാവ് ഓൾറെഡി ലേൺ അബൌട്ട് സ്ലേറ്റ്? എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ദാറ്റ് സ്ലേറ്റ് സീംഡ് ഈഗർ ടു റിവാർഡ് ആരോൺ? നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? സ്ലേറ്റ് ആരോണിന് റിവാർഡ് കൊടുത്തു എന്നോ? ഹൗ ഡസ് ഇറ്റ് ഫിറ്റ് വിത്ത് യു ഹാവ് ഓൾറെഡി ലേൺ അബൌട്ട് സ്ലേറ്റ്? സ്ലേറ്റിന് അത് എങ്ങനെയാണ് മനസ്സിലായത് എന്ന്. ആരോണ് സ്ലേറ്റിന് ഒരു അവാർഡ് കൊടുത്തു എന്നുള്ളത് എങ്ങനെയാണ് സ്ലേറ്റ് മനസ്സിലാക്കുന്നതെന്ന്. സ്ലേറ്റ് സീംഡ് ഈഗർ ടു റിവാർഡ് ആരോൺ ബിക്കോസ് ഹി ഹാസ് ബ്രോഡ് ഹർ ടു എ ഷെൽട്ടർ ആൻഡ് വെർ ദർ ഇസ് എ പ്ലെന്റി ഓഫ് ഫുഡ്. ധാരാളം ഭക്ഷണം കൊടുത്തു, അഭയം കൊടുത്തു. അതിൽ നിന്ന് അത് മനസ്സിലാക്കി തന്നെ അത് പരിഗണിക്കുന്നുണ്ട്, ആടിനെ പരിഗണിക്കുന്നുണ്ടെന്ന് അതിന് മനസ്സിലായി. The eagerness is in keeping with what he know about Slate before. She was a lovable, trusting and grateful animal. ആ മൃഗം വളരെയേറെ സ്നേഹമുള്ള വിശ്വസ്തതയുള്ളൊരു മൃഗമാണെന്ന് ഇയാൾ തിരിച്ചറിയണം, ആരോൺ തിരിച്ചറിയണം. Why does Chief Seattle say that? 7th ക്വസ്റ്റ്യൻ ആണ്. Say that buying or selling the land is strange to Native Americans. എന്താണ് നാറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആണെന്നാണ് പറയുന്നത്. വളരെ സ്ട്രെയിഞ്ച് ആയ ഒരു കാര്യമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? Seattle says that buying or selling the land is strange to Native Americans. നാറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈയിങ്ങും സെല്ലിങ്ങും എന്ന് പറയുന്നത് വളരെ സ്ട്രെയിഞ്ച് ആയ ഒരു കാര്യമാണ്. ബിക്കോസ് ദേ തിങ്ക് ഇഫ് ദേ ഡു നോട്ട് ഓൺ ദ ഫ്രഷ്നെസ് ഓഫ് ദ എയർ ആൻഡ് സ്പാർക്കിൾ ഓഫ് ദ വാട്ടർ. കാരണം ദേ തിങ്ക് ഇഫ് ദേ ഡു നോട്ട് ഓൺ ദ ഫ്രഷ്നെസ് ഓഫ് ദ എയർ, അവർ ആ വായുവിൻ്റെ ഒരു ഫ്രഷ്നെസ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സ്പാർക്കിൾ അവർക്ക് അറിയില്ല. ഹൗ ക്യാൻ എനിബഡി ബൈ ഇറ്റ്? അതൊക്കെ, അതായത് ഇത്രയും ശുദ്ധമായ വായുവും വെള്ളമൊക്കെ ഇവർക്ക് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? എവരി പാർട്ട് ഓഫ് ദിസ് എർത്ത് ഈസ് സ്കെയർഡ് ടു ദ നാറ്റീവ് അമേരിക്കൻസ്. ഈ ഭൂമിയിലെ ഓരോ ഭാഗവും നാറ്റീവ് അമേരിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാർന്നതാണ്. എവരി പൈൻ നീഡിൽസ്, എവരി സാൻഡി ഷോർ, എവരി മിസ്റ്റ് ഇൻ ദ ഡാർക്ക് ഫോറസ്റ്റ്, എവരി ഇൻസെക്ട് ഹീസ് ഹോളി മെമ്മറി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ പീപ്പിൾ. ദ സാപ്പ് ഓഫ് ദ ട്രീസ് ക്യാരീസ് ദ മെമ്മറി ഓഫ് ദ മാൻ. അപ്പോൾ ഇതെല്ലാം ഇവർക്ക് പരിശുദ്ധമാർന്നതാണ്. എന്നാൽ നാറ്റീവ് അമേരിക്കൻസിന് മാത്രമേ ഇതൊക്കെ പരിശുദ്ധമാർന്നതായിട്ടുള്ളൂ. വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നും പരിശുദ്ധമാർന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹു വാസ് ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ? ആരാണ് ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ? ഹി വാസ് എൻ അമേരിക്കൻ ട്രാൻസ്ജെൻഡർ who committed suicide after being struck by several vehicles in Charlotte, North Carolina on 23rd March 2015. 2015 മാർച്ച് 23 നോർത്ത് കരോലിനയിലെ ഒരുപാട് വെഹിക്കിൾസ് ഇങ്ങനെ സ്ട്രക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കമ്മിറ്റഡ് സൂയിസൈഡ് നടത്തിയിട്ടുള്ള ഒരു അമേരിക്കൻ ട്രാൻസ്ജെൻഡർ ആണ് ബ്ലേക്ക് ബ്രോക്കിംഗ്ടൺ എന്നാണ് പറയുന്നത്. നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ വൺ ഓഫ് ദ ഡിവാസ്റ്റിംഗ് വീക്ക്നെസ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച്. റിച്ചിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഒരു വീക്ക്നെസ്, യൂണിവേഴ്സിറ്റി ലേണിംഗിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന്. വൺ ഓഫ് ദ ഡിവാസ്റ്റിംഗ് വീക്ക്നെസ് ഓഫ് യൂണിവേഴ്സിറ്റി ലേണിംഗ് അക്കോർഡിംഗ് ടു റിച്ച് ഹാസ് ബീൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് ടോട്ടൽ എറേസർ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് തോട്ട് ഫ്രം ദ കരിക്കുലം ആൻഡ് ഇറ്റ്സ് എക്സ്ക്ലൂഷൻ ഓഫ് വിമൻ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദ അക്കാദമിക് കമ്മ്യൂണിറ്റി. എന്താ പറയുന്നത്? സ്ത്രീകളുടെ അനുഭവങ്ങളും അതുപോലെ തന്നെ അവരുടെ ചിന്തകളെയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ലേണിങ്ങിൽ പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ഈ കരിക്കുലത്തിൽ നിന്ന് സ്ത്രീകളുടെ ചിന്തകളെയും അതുപോലെ തന്നെ അനുഭവങ്ങളെയും പൂർണ്ണമായും തുടച്ചു നീക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഈ അക്കാദമിക് കമ്മ്യൂണിറ്റിയുടെ
കമ്മ്യൂണിറ്റിയിൽ അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ അനുഭവങ്ങളെയും ചിന്തകളെയും തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ഒരു ഡീവാസ്റ്റിംഗ് വീക്ക്നെസ് ആയിട്ട് യൂണിവേഴ്സിറ്റി ലേണിങ്ങിന് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ക്ലൈമാക്സ് ഓഫ് ദ സ്റ്റോറി ഓഫ് എൻ അവർ? ദ സ്റ്റോറി ഓഫ് എൻ അവർ എന്ന ചാപ്റ്ററിന്റെ ക്ലൈമാക്സ് എന്താണെന്ന്? ദ ക്ലൈമാക്സ് ഈസ് ബ്രൺലി മലാഡ് ഓപ്പണിംഗ് ദ ഡോർ വിത്ത് എ ലാച്ച് കീ ആൻഡ് എൻ്ററിംഗ് ദ ഹൗസ് ആൻഡ് ഓൺ സീയിങ് ഹിം മിസ്സിസ് മലാഡ് ഗെറ്റിംഗ് എ ഹാർട്ട് അറ്റാക്ക് ആൻഡ് ഡൈയിങ് ഓൺ ദ സ്പോട്ട്. എന്താ പറയുന്നത്? ഈ സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ ബ്രൺലി മലാഡ് ഡോർ തുറന്നിട്ട് അകത്തേക്ക് വരികയും തൻ്റെ ഭർത്താവ് മടങ്ങി വന്ന കാഴ്ച മിസ്സിസ് മലാഡ് കാണുമ്പോൾ സന്തോഷം കൊണ്ട് അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യാണ്. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ പോയം റെഫ്യൂജി ബ്ലൂസ്? റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിന്റെ കോണ്ടെക്സ്റ്റ്, സന്ദർഭം എന്താണെന്ന്? റെഫ്യൂജി ബ്ലൂസ് വാസ് റിട്ടൺ ഇൻ മാർച്ച് 1939 when anti-Semitism was its height in Germany. 1939 റെഫ്യൂജി ബ്ലൂസ് എന്ന കവിത എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് ജർമ്മനിയിലെ ആന്റിസെമിറ്റിസം വളരെയേറെ കൊടികുത്തി ആടിയിരുന്ന ഒരു സമയമായിരുന്നു. ഇറ്റ് ലെമൻസ് ദ സാഡ് ഫ്ലൈറ്റ് ഓഫ് ദ ജൂസ് ഹു വർ ത്രെട്ടൻഡ് ടു ലീവ് ദ കൺട്രി ബിഫോർ ദ ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റിന് മുൻപേ ജൂതവംശജരോട് ആ രാജ്യത്ത് നിന്ന് ഓടി പോവാൻ, അതായത് അവരോട് പലായനം ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അവരുടെ പലായനത്തെ കുറിച്ച് വിലപിച്ചുകൊണ്ടിട്ടുള്ള ഒരു കവിതയാണ് റെഫ്യൂജി ബ്ലൂസ് എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ കണ്ടന്റ് ഓഫ് സച്ച് എ ഗുഡ് ലെറ്റർ സെൻഡ് ബൈ ദ പ്രൊട്ടഗോണിസ്റ്റ് ഫ്രം ദ പ്രിസൺ? ജയിലിൽ നിന്ന് കേന്ദ്ര കഥാപാത്രം തന്റെ ഭാര്യയ്ക്ക് എഴുതിയിട്ടുള്ള ആ ഗുഡ് ലെറ്ററിനകത്തുള്ള കണ്ടന്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ദ ലെറ്റർ ദ പ്രൊട്ടഗോണിസ്റ്റ് റോട്ട് ദാറ്റ് ഹി വാസ് ഇൻ ദ ഐലൻഡ് സോ ദാറ്റ് ഹിസ് പീപ്പിൾ കുഡ് ഹാവ് money and all other things they needed, land, food and end of the ignorance. He had also written power in it, but it was blacked out by the prison authorities. എന്താ പറയുന്നത്? ഈ ലെറ്ററിനകത്ത് പ്രൊട്ടഗോണിസ്റ്റ് ദ്വീപിനകത്ത് വെച്ചിട്ടാണ് ഈ കത്ത് എഴുതുന്നത്. അദ്ദേഹത്തിന് തൻ്റെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് പണവും അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളും ഭൂമിയും ഒക്കെ അതുപോലെ തന്നെ ഭക്ഷണം ഒക്കെ കിട്ടണമെന്നുണ്ട്. അത് എൻഡ് ഓഫ് ദി ഇഗ്നോറൻസ്, അതുപോലെ തന്നെ അവര് പലതിനെയും അവരെ അവഗണിക്കുന്നുണ്ട്, അത് അവസാനിക്കണം. ഹി ഓൾസോ റിട്ടേൺ പവർ ഇൻ ഇറ്റ്, അധികാരം തന്നെയാണ് ഏറ്റവും വലുതെന്നാണ് അദ്ദേഹം പറയുന്നത്. ബട്ട് ദാറ്റ് വാസ് ബ്ലാക്ക്ഡ് ഔട്ട് ബൈ ദ പ്രിസൺ അതോറിറ്റീസ്. എന്താണ്? പക്ഷെ അധികാരം വേണ്ടത്ര രീതിയിൽ കിട്ടുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാട്ട് ഈസ് ഹരേസ് ഒബ്സർവേഷൻ ഓഫ് ഹ്യൂമൻ ഹാപ്പിനെസ്? ഹരാരിയുടെ ഒബ്സർവേഷൻ, ഹ്യൂമൻ ഹാപ്പിനെസിന്റെ കുറിച്ചുള്ള ഒബ്സർവേഷൻ എന്താണ്? Harari draws on well-known research that shows that a person's happiness from day to day have remarkably little to do with the മെറ്റീരിയൽ സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന സന്തോഷം എന്നാണ് പറയുന്നത്. സഡൻലി മണി ക്യാൻ മേക്ക് എ ഡിഫറൻസ് ബട്ട് ഓൺലി വെൻ ഇറ്റ് ലിഫ്റ്റ് വാസ് ഔട്ട് ഓഫ് പോവർട്ടി. ആഫ്റ്റർ ദാറ്റ് വെർ മണി ചേഞ്ചസ് ലിറ്റ് ഓർ നത്തിങ്. പണമില്ലാത്ത ഒരുത്തിനെ സംബന്ധിച്ചിടത്തോളം പണം ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ പൂർണ്ണമായും സന്തോഷവാനാവുന്നില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം, ചിലപ്പോൾ ഒരു മാറ്റവും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ പ്രൊട്ടഗോണിസ്റ്റ് ഇൻ ആംനസ്റ്റി ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വർക്കിംഗ് ദ മൂവ്മെന്റ് ആൻഡ് ദ യൂണിയൻ? എന്താണ് പ്രൊട്ടഗോണിസ്റ്റിന്റെ അഭിപ്രായത്തിൽ ആംനസ്റ്റിയിൽ എന്താണ് വർക്കിംഗ് ഇൻ ദ മൂവ്മെന്റും യൂണിയനും തമ്മിലുള്ള ഡിഫറൻസ്? ഇൻ ദ യൂണിയൻ യു വർക്ക് എവറി ഡേ ആൻഡ് ആഫ്റ്റർ ദ വർക്ക് യു ഹാവ് മീറ്റിംഗ്സ് ഇൻ ദ മൂവ്മെന്റ്. യു നെവർ നോ വെർ യു വിൽ ഹാവ് ടു ഗോ ആൻഡ് വാട്ട് ഈസ് ഗോയിങ് ടു കം അപ്പ് നെക്സ്റ്റ്. യൂണിയനിലാണെങ്കിൽ നമ്മൾ ഡെയിലി വർക്ക് ചെയ്യും, നമ്മുടെ ജോലിക്ക് ശേഷം നമ്മൾ മീറ്റിങ്ങുകളൊക്കെ നടത്തും. എന്നാൽ മൂവ്മെന്റ് ആകുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണോ പോകുന്നത്, എന്താണോ ചെയ്യുന്നത് നമുക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ദ സെയിം വാസ് ദ കേസ് വിത്ത് മണി. പണത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ദർ ഇസ് നോ റെഗുലർ പേയ്മെന്റ് ഇൻ ദ മൂവ്മെന്റ്. മൂവ്മെന്റിനകത്ത് ഇവർക്ക് റെഗുലർ ആയിട്ട് പേയ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷോർട്ട് നോട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ഗിർമാലിയസ് ഫാം ക്യൂർ ഇൻ ദ നറേറ്റേഴ്സ് സ്റ്റൊമക്ക്? ഗിർമാലിയ ഫാമിലി വെച്ചിട്ട് നമ്മുടെ നറേറ്ററുടെ സ്റ്റൊമക്കിന് എന്താ ഉണ്ടായതെന്ന്? ഹി ഹാഡ് ഈറ്റൺ ദ ലെഫ്റ്റ് ഓവർ ഫുഡ് ഫ്രം ദ ഹൈ കാസ്റ്റ് ചിൽഡ്രൻ. ഉന്നത കുലജാതരായ ആൾക്കാർ കൊടുത്ത ഫുഡൊക്കെ ഇദ്ദേഹം കഴിച്ചു. ദ ഫുഡ് വാസ് വെരി ടേസ്റ്റി ആൻഡ് ഹി ഹാഡ് നെവർ ടേസ്റ്റഡ് എനിത്തിങ് ലൈക്ക് ദാറ്റ് ബിഫോർ. ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ഭക്ഷണം അദ്ദേഹം കഴിച്ചിട്ടില്ല. വെൻ ഹി ടോൾഡ് ഹിസ് മദർ ദി സ്റ്റോറി. അപ്പോൾ ഈ കഥ അമ്മയോട് പറയണം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് തനിക്കും കുറച്ച് കൊണ്ടുവരാമായിരുന്നില്ലേ? ഇതാണ് ആ ഗിർമാലിയ ഫാമിലി വെച്ച് സംഭവിച്ചത്. ഇനി നമുക്ക് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയമില്ല, നിങ്ങൾ പഠിച്ചാൽ മതി. വാട്ട് അക്കോർഡിംഗ് ടു ഹരാരി ഈസ് ഹക്സ്ലീസ് പെർസെപ്ഷൻ ഓഫ് ഹാപ്പിനെസ്? അത് ഞാൻ പറഞ്ഞല്ലോ, പണമോ അതുപോലെ ലോട്ടറി അടിച്ചതോ മറ്റു കാര്യങ്ങളോ പ്രണയം സക്സസ് ആയതോ ഒന്നുമല്ല ഹാപ്പിനെസ്സിന് കാരണം. നമ്മുടെ ഹോർമോൺ ചേഞ്ച് ആണെന്നാണ് പറയുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് ദ ദളിത് അക്കോർഡിംഗ് ടു ലിംബാലെ. ഈ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചതാണ്. എന്തൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ? അവരെ ജാതിയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ തൊട്ടുകൂടായ്മ വരുന്നുണ്ട്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ബോയ്ഹുഡ് ഫേസ് ഇൻ വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡറിന്റെ തുടക്കത്തിൽ ഒരു ബോയ്ഹുഡ് ഫേസ് ആയിരുന്നു, പിന്നീടാണ് സ്ത്രീ ആവാൻ ആന്റിമാരൊക്കെ ഉപദേശിക്കുന്നത്. ദ ട്രീറ്റ്മെന്റ് ഓഫ് ജെൻഡർ ഇൻ ദ സ്റ്റോറി ഓഫ് എൻ അവർ. സ്റ്റോറി ഓഫ് എൻ അവറിലുള്ള ആ ഒരു ട്രീറ്റ്മെന്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ഓൺ കില്ലിംഗ് എ ട്രീ? ഓൺ കില്ലിംഗ് എ ട്രീയുടെ മെസ്സേജ് എന്താ വെച്ചാൽ, ഒരു വൃക്ഷത്തെ പെട്ടെന്ന് നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് പ്രൂവ്സ് ഗാന്ധിസ് റൈറ്റ്നെസ്. അദ്ദേഹം എപ്പോഴും സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു. തന്റെ ജീവിതം അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തത്. പാട്രിയോട്ടിസം ഈസ് ദ തീം ഇൻ ടാഗോർസ് ഫ്രീഡം. ശരിയാണ്, ടാഗോറിന്റെ ഫ്രീഡം എന്ന കവിതയ്ക്കകത്ത് പ്രധാനമായിട്ടും ദേശ സ്നേഹം തന്നെയാണ് തീമായിട്ട് എടുത്തിരിക്കുന്നത്. 23ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ബി അക്കോർഡിംഗ് ടു അട്രിനി റിച്ച് ദ കോൺട്രാക്ട് ബിറ്റ്വീൻ സ്റ്റുഡൻസ് ആൻഡ് ഫാക്കൽറ്റി. സ്റ്റുഡൻസും ഫാക്കൽറ്റിയും തമ്മിൽ നല്ല രീതിയിലൊരു കോൺട്രാക്ട് ഉണ്ടാക്കിയെടുക്കണം. അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു പഠനത്തിന് നല്ലതാണ് എന്നാണ് പറയുന്നത്. എസ്ഐ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്ലെയിൻ ഹൗ റെഫ്യൂജി ബ്ലൂസ് വർക്ക്ഡ് ആസ് ഡോക്യുമെന്റേഷൻ ഓഫ് ദ ഡീനിയൽ ഓഫ് ദ ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ദ മൈഗ്രന്റ് പോപ്പുലേഷൻ ഓഫ് ദ വേൾഡ്. ഇത് റെഫ്യൂജി ബ്ലൂസ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിസ്കസ് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ദ ക്രിട്ടിക് ഓഫ് ദ പ്രസന്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം എ വിമൻസ് പെർസ്പെക്റ്റീവ്. തീർച്ചയായും ഈ ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും, നല്ല രീതിയിൽ പഠിച്ചോളൂ. 26ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ മേജർ ആർഗ്യുമെന്റ്സ് ഇൻ ചീഫ് സിയാറ്റിൽ സ്പീച്ച്. ചീഫ് സിയാറ്റിലെ സ്പീച്ചിനെ കുറിച്ചുള്ള പ്രധാന വാദപ്രതിവാദങ്ങൾ എന്തൊക്കെയാണ്? 27ാമത്തെ ക്വസ്റ്റ്യൻ ടോബോടെക്സിംഗ് ഈസ് എ കോസ്റ്റിക് സെറ്റയർ ഓൺ ദ അബ്സർഡിറ്റി ഓഫ് പാർട്ടിഷൻ അനലൈസ്. ടോബോടെക്സിംഗിൽ ഇന്ത്യ പാക് വിഭജനത്തെ ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുക എന്നുള്ളത് അത് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.